വൈകിട്ട് 6 മണി. ക്രിസ്റ്റൽ വേൾഡ്. പറഞ്ഞു വന്ന് നമ്മുടെ കഥാനായകൻ വെരുകിനെ പോലെ ക്യാബിനുള്ളിൽ നടക്കുകയാണ്. എന്നും വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജാനിയെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവളോടൊന്ന് നേരം മിണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇത്രയും ദിവസമൊന്നും മിണ്ടാതെ നടന്നാലും ദർശന സുഖമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിത്രാമ്മ എല്ലാം പൊളിച്ച് കയ്യിൽ തന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡിവോഴ്സ് നടത്തിയിട്ട് അവളെ വേറെ കെട്ടിക്കുവോ? നോ. ഉള്ളിൽ തെളിഞ്ഞു വന്ന സംശയത്തെ അവൻ അപ്പാടെ കുഴിച്ചു മൂടി. എങ്കിലും വീണ്ടും അത് തന്നെ മനസ്സിൽ വന്ന പൂമിനീരിറക്കി ആദി. സമ്മതിക്കില്ല ഞാൻ എൻ്റെ പെണ്ണിനെ വേറെ കെട്ടിക്കാനോ? അല്ലെങ്കിൽ തന്നെ അന്നവളെ കെട്ടാൻ വന്നവനെ എങ്ങനെ ഒഴിപ്പിക്കുമെന്ന് ആലോചിച്ച് നടന്നതാ. അന്ന് ആരുടെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇനി ഞാൻ തന്നെ കളത്തിലിറങ്ങേണ്ടി വരും. ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന ആദിയെ കണ്ടാണ് സായി അകത്തേക്ക് വന്നത്. ഒരു നിമിഷം കിളി പോയ പോലെ നിന്നെങ്കിലും ഇതിലും വലുത് കണ്ടിട്ടും കേട്ടിട്ടുള്ളത് കൊണ്ട് സായി നൈസായി അകത്തേക്ക് കയറി. ഡാ പോകണ്ടേ? സായിയുടെ ശബ്ദമാണ് ആദിയെ ചിന്തകളിൽ നിന്നുണർത്തിയത്. നീ ഇറങ്ങിക്കോ, ഞാൻ ഫയൽസ് ലോക്ക് ചെയ്തിട്ട് വരാം. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി ആദി വീട്ടിലേക്ക് പോകാനിറങ്ങി. സായിയുടെ കാർ മാൻഷനിലേക്ക് കടന്നു. പതിവ് പോലെ ഇരുവരും കോമൺ ഹാളിലേക്ക് കയറി. എന്നാൽ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈവനിങ് ടൈം എല്ലാവരും കോമൺ ഹാളിൽ ഗാർഡനിലോ ആണ്. പക്ഷേ പതിവിന് വിപരീതമായി ഇന്ന് ആരെയും കാണുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? വല്യേട്ടാ, കിച്ചേട്ടാ? ചെറു സംശയത്തോടെ സായു ചോദിച്ചപ്പോഴാണ് ഇരുവരുടെയും പേര് വിളിച്ച് ആരു വരുന്നത്. ആരു ഓടി വന്ന് ആദ്യം ഹഗ് ചെയ്തു. അവന് വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ മുത്തി. ബാക്കിയുള്ളവരൊക്കെ എവിടെ മോളെ? എല്ലാവരും മുകളിൽ ഡാൻസ് റൂമിലാക്കി ചേട്ടാ. അത് കേൾക്കി ആദിയും സായും പരസ്പരം സംശയത്തോടെ നോക്കി. അതിന് ആര് കളിക്കാനാ? നെറ്റി ചുളിച്ച് ആദി ചോദിച്ചു. അതുണ്ടല്ലേ ഏട്ടാ, ഇന്ന് ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും ഹോം തിയേറ്ററിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു പെണ്ണിൻ്റെ ഡാൻസ് പെർഫോമൻസ് കണ്ട് മുത്തശ്ശി പറഞ്ഞു, ആ പെണ്ണ് കളിക്കുന്നത് ഒട്ടും കൊള്ളില്ല, ഇതിലും നന്നായി മുത്തശ്ശി കളിക്കുമെന്ന്. ശരിക്കും അത് ജാനുവേട്ടത്തിയുടെ ഫേവ് ഡാൻസർ ആയിരുന്നു. മുത്തശ്ശി വീണ്ടും അതുപോലെ തന്നെ പറഞ്ഞ ഏട്ടത്തിക്ക് ദേഷ്യം വന്ന് ചോദിച്ചു, ഇതുപോലെ മുത്തുവിന് കളിക്കാൻ പറ്റുമോ എന്ന്. അപ്പം മുത്തു പറഞ്ഞു, അതൊക്കെ എനിക്ക് സിമ്പിൾ സ്റ്റെപ്പാണെന്ന്. ഒപ്പം ഏട്ടത്തിക്ക് ഇതുപോലെ പറ്റുമോ എന്നും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഇരുവരും ഡാൻസ് ചെയ്യാനെന്ന് പറഞ്ഞു. ആരാണ് നല്ലോണം കളിക്കുന്നതെന്ന് നോക്കാമെന്ന്. എന്നിട്ട് ആദ്യമാണ് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞ് ടീം വേണമെന്നായി. ഇത് എൻ്റെ മരുമോളാണെന്ന് പറഞ്ഞ് മുത്തു ആദ്യമേ അമ്മയെ ഒപ്പം ആക്കി. ജാനു ഏട്ടത്തിക്ക് ടീമായില്ലായിരുന്നു. എന്നോടും കുഞ്ഞേട്ടനോടും കൂടെ കളിക്കാൻ ഏട്ടത്തി വിളിച്ചു. ബട്ട് ഞങ്ങൾക്ക് ഡാൻസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ, ഒപ്പം സ്റ്റെപ്പും അറിയില്ല. അവസാനം ജാനു ഏട്ടത്തി എല്ലാവരോടും പിണങ്ങി. എന്നിട്ട് നേരെ ചിത്രാമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞു. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ച ഏട്ടത്തിക്കൊപ്പം ചിത്രാമ്മ കളിക്കാമെന്ന് പറഞ്ഞു. വാട്ട്? ആദിയുടെയും സായുടെയും ശബ്ദമുയർന്നു. മോളെന്താ പറയുന്നത്? പാർട്ടിക്ക് പോലും ജസ്റ്റ് സ്റ്റെപ്പ് ഇടാത്ത ചിത്രാമ്മ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിശ്വസനീയത നിറഞ്ഞ ആദിയുടെ ചോദ്യത്തിൽ, ആ ചേട്ടാ, ഞങ്ങൾക്കും ഇതുവരെ അവിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും കുഞ്ഞേട്ടനുമാണ് ജഡ്ജസ്. എന്നിട്ടെന്തായി? ഡാൻസ് കഴിഞ്ഞോ? ആകാംക്ഷയോട് സായി ചോദിച്ചു. ഇല്ല കീച്ചേട്ടാ, ഇപ്പം തുടങ്ങും. അത് കേൾക്കി ആദ്യ ഡാൻസ് റൂമിലേക്ക് ഓടി. ഒപ്പം ബാക്കി 2 പേരും. ഡാൻസ് ഹാളിൽ വിശാലമായ പ്ലാറ്റ്ഫോം, പിങ്ക് ആൻഡ് ബ്ലൂ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായുള്ള സോഫയെ ടീംസിനെ കാത്തിരിക്കുകയാണ് ആദി, സായി, ആരു, ലക്കി. പെട്ടെന്ന് ആ ഫ്ലോറിൽ നിന്നും അവിടെയാകെ ഇൻസ്ട്രുമെൻ്റ് സൗണ്ട് ഒഴുകി. സ്റ്റേജിൽ നിരന്നു നിൽക്കുന്ന 4 പേരെ കാണെ ശ്വാസം അടക്കി പിടിച്ച് സോഫയിൽ ഇരുന്നവർ. ഒരേപോലെ ബ്ലാക്ക് ഷിഫോൺ നെറ്റ് പ്ലേസ് ഗോൾഡൻ ബോർഡർ വരുന്ന സാരി ആയിരുന്നു 4 പേരുടെയും ഡ്രസ്സ്. ഹൈലൈറ്റായി ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസും. ആദിയുടെ മിഴികൾ ജാനിൽ തറഞ്ഞു നിന്നു. അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവളുടെ ഔട്ട്ഫിറ്റ്. അതിനൊപ്പം തന്നെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ചെറുചിരിയോടെ നിൽക്കുന്ന ചിത്രാമ്മയെ കാണി അത്ഭുതവും അതേസമയം കോസ്റ്റ്യൂം തന്നെയായിരുന്നു മുത്തുവും ഐഷുവും. 4 പേരും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതുവരെ കേട്ടുകൊണ്ടിരുന്ന മെലഡി മാറി. ജാനു, ചിത്ര, വിഎസ്, ഐഷു, മുത്തു 2 ടീമും ഒരുമിച്ച് നിന്നു. ഒരേ സമയം തന്നെ സാരിയുടെ മുന്താണി ഇടുപ്പിലേക്ക് കറക്കി കുത്തിവെച്ചു. അവരെ നോക്കി ആകാംക്ഷയോടെ 2 ജഡ്ജസും. 4 പേരും ഒരുപോലെ തകർത്താടി. യാതൊരു ഇടർച്ചയുമില്ലാതെ മുത്തു പൊളിച്ചടക്കി. കട്ടയ്ക്ക് കൂടെ ഐഷുവും. ഒപ്പത്തിനൊപ്പം മെയ് വഴക്കത്തോടെ ജാനിയും ചിത്രയും പരസ്പരം നോക്കി. അതുപോലെ ഐഷുവും മുത്തുവും. അവരുടെ അടുത്ത നീക്കത്തിനായി ആവേശത്തോടെ മറ്റുള്ളവരും നോക്കി. അവരുടെ എനർജി കാണി ആരുവും ലക്കിയുടെയും
കൂടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ആദിക്ക് കോള് വരുന്നത്. അവൻ കോള് കട്ടാക്കി നേരെ നോക്കിയത് ജാനിയുടെ മുഖത്ത്. തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കാണാൻ അവളിൽ കുസൃതി വിടർന്നു. അടുത്ത നിമിഷം അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചൊരു കണ്ണിറുക്കിയപ്പോൾ അവൻ്റെ കണ്ണ് മിഴിഞ്ഞു. ഒപ്പം ആദിയുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണിരുന്നു. ആ നിമിഷം ഏട്ടാ എന്താടാ? ലക്കിയുടെ വിളി കേൾക്കി ആദി പകപ്പോടെ ജാനയിൽ നിന്നും മിഴികൾ അടർത്തി മാറ്റി. അല്ല ഏട്ടാ, ഇതിപ്പോൾ ഏത് ടീം പറയും? രണ്ടുപേരും നന്നായി കളിച്ചില്ലേ? അതൊരു പ്രശ്നമാണല്ലോ. ഇതിപ്പോൾ ഏതേലും ഒരു ടീമിനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നഖം കടിച്ചുകൊണ്ട് ആര് ചോദിച്ചു. അത് രണ്ട് ടീമിനെയും നോക്കി മുത്തശ്ശിയും ചിത്രാമ്മയും കണ്ണുകൊണ്ട് പോരുവിളി നടത്തുമ്പോൾ ഐഷുവും ജാനിയും തമ്മിൽ പിരിക ഉയർത്തി കളിക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും നന്നായി കളിച്ചു. എന്നാൽ ഒരു ടീമിനെ സെലക്ട് ചെയ്തേ പറ്റൂ. മുത്തുവിൻ്റെ ടീം എടുത്ത ചിത്രാമ്മ ടെററാവും. അതേസമയം ചിത്രാമ്മയുടെ ടീമാണ് മുത്തു ടെററാകും. ഇതിപ്പോൾ ചെകുത്താനും കടലിനും നടുക്കായ അവസ്ഥ. ഇനി എന്ത് ചെയ്യും? ഏറെ നേരത്തിന് ശേഷം ആദിയുടെ മുഖം തെളിഞ്ഞു. ഇനി ഒരു വഴിയേ ഉള്ളൂ. സായിയെയും ലക്കിയെയും ആരുവിനെയും നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ആദി പറഞ്ഞു. എന്താടാ? ആകാംക്ഷയുടെ ശബ്ദം കുറച്ച് സായി ചോദിച്ചു. ഇനി ഒന്നും നോക്കണ്ട, ഓടിക്കോ. പറഞ്ഞു കഴിഞ്ഞതും ആദി ഡാൻസ് ഹോൾ കടന്നിരുന്നു. ഒന്ന് സ്റ്റെക്കായാലും അടുത്ത നിമിഷം ലക്കിയും ആരുവും ഓടി. എന്നാൽ സായിക്ക് ഓടണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനാണ്. ഇനി അവിടെ നിന്ന് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയ സായി എല്ലാവരെയും വിളിച്ചു കാണിച്ച് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. ഇത്ര അർജൻറ്റായി അവരിതെവിടെ പോയതാ? 1-2 സെക്കൻഡ് കൊണ്ട് അവിടെ നടന്നും കത്താതെ മുത്തു ചോദിച്ചു. കാരണം ആദി വളരെ പതിഞ്ഞ സ്വരത്തിലാണ് പറഞ്ഞത്. ഇവർ അല്പം പിറകിലായി നിന്നതുകൊണ്ട് ആദി പറഞ്ഞതൊന്നും കേട്ടില്ല. മുത്തു, ജാനു അലറി വിളിച്ചു. എന്താ ജാനുസേ? ചിത്ര ചോദിച്ചു. ചുണ്ട് കൂർപ്പിച്ച് വീണ്ടും ജാനു പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായത്. മുത്തു പല്ല് കടിച്ചു. ഇതേ ഭാവം തന്നെയായിരുന്നു മറ്റു 2 പേരിലും. പോട്ടെ, അവന്മാരെങ്ങോട്ടോ പോട്ടെ. ബൈ ദ ബൈ, നിങ്ങളുടെ ഡാൻസ് കൊള്ളായിരുന്നു. എന്തു തോന്നിയിട്ടോ മുത്തുള്ളത് ഉള്ളതുപോലെ പറഞ്ഞു. ഐഷുവും അത് ശരിവെച്ചു. നിങ്ങളുടെ ഡാൻസും കൊള്ളായിരുന്നു അല്ലേ അമ്മ? ആദ്യം മുത്തുവിനോട് പറഞ്ഞു. പിന്നെ ശരിയല്ല എന്ന രീതിയിൽ ചിത്രയോട് ചോദിച്ചു. ജാനിയുടെ വാക്കുകൾക്ക് അനുകൂലമായി ചിത്രാമ്മ പുഞ്ചിരിച്ചു. അങ്ങനെ 2 ടീമും തമ്മിലുള്ള തർക്കം അവർ തന്നെ അവസാനിപ്പിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചിരുന്നു. സന്ധ്യാസമയം മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്നും ഇന്ന് നടന്ന കാര്യങ്ങൾ ഫോൺ കോൾ വഴി അഞ്ജുവിനോട് പറയുവാണ് ജാനു. ഓ, അപ്പം അടിപിടിയൊക്കെ സോൾവ് ചെയ്തല്ലേ? പിന്നെ അല്ല ജാനിസേ, നിന്റെ രാവണൻ എന്തു പറയുന്നു? ഇതുവരെ മലയാളമാണ് പറയുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്, അങ്ങേര് കലിപ്പാണോ എന്നാ. ഓ അങ്ങനെ, ഞാനെന്ത് പറയാൻ അഞ്ജുമ? കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിൽ തന്നെ 2 ദിവസം ഞാൻ മുത്തുവിൻ്റെ റൂമിലായിരുന്നു. ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. ബൈ ദ ബൈ, ചേച്ചിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? സർവം സഹിക്കുന്ന സീതയാവാനാ? അഞ്ജു ഡാ, ഞാൻ ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ജാനു, നേർമയോടെ അഞ്ജു വിളിച്ചു. ഇല്ലടാ, അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ല എനിക്ക്. എൻ്റേതല്ലേ, ഞാൻ സ്വാർത്ഥയാണെന്ന് തോന്നുമായിരിക്കാം. പക്ഷേ വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക്. ഇതാണെൻ്റെ ശരി. നീ പറഞ്ഞ പോലെ സർവം സഹിക്കാൻ ഞാൻ സീതയൊന്നുമല്ല, ജാനകിയാണ്, രാവണൻ്റെ ജാനകി. അപ്പം എൻ്റെ ജാനുസ് കളത്തിലിറങ്ങാൻ തീരുമാനിച്ചെന്ന് സാരം. കൂടെയുണ്ടാകില്ലേ നീ? നമുക്കിടയിൽ എന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഉടൽ 2 ഉയരൊന്നല്ലടി. അഞ്ജുമ, ലവ് യു ആൻഡ് ഓൾസോ ഐ മിസ് യു. ലവ് യു ടു. ശരീരം കൊണ്ട് മാത്രം ദൂരേക്ക് പോയവർ ആയിരുന്നു ആ 2 സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ. ജാനിയുടെ അഞ്ജുമയും അഞ്ജുവിൻ്റെ ജാനീസും. പിന്നീട് ഡിന്നർ കഴിക്കാൻ നേരത്താണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. നേരത്തെ മുങ്ങിയ 2 ജഡ്ജസ്മാരെയും ഇരു ടീമും നോക്കിക്കൊന്നു. നെഗറ്റീവ് ഫാമിലി ഉൾപ്പെടെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ഏറ്റവും അവസാനമായിരുന്നു അച്ചുവും ജാനിയും. അത് 2 പേർക്കുമായി ഇനി ഒഴിവുള്ള ആദ്യത്തേത്. ആദിയുടെ അടുത്ത സീറ്റും അടുത്തത് മുത്തുവിൻ്റെ അടുത്തുമായാണ്. റാണി അച്ചുവിനെ നോക്കി കണ്ണുകൊണ്ട് പറഞ്ഞു. അത് മനസ്സിലാക്കിയെന്ന പോലെ അച്ചു ആദിക്കടുത്തേക്ക് നടന്നു. എന്നാൽ അതേസമയം തന്നെ ജാനു ആദിക്കടുത്തൊക്കായി ഇരുന്നിരുന്നു. അവൾ അച്ചുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു. പുറമേ വളരെ നിഷ്കളങ്കത വാരി വിതറി. ഉള്ളിൽ അച്ചുവിനെയും റാണിയെയും നന്നായി സ്മരിക്കുന്നുണ്ട്. ജാനുവിൻ്റെ കട്ടായം കാണെ ആദിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അത് നിയന്ത്രിക്കാൻ എന്ന പോലെ അവൻ അടുത്ത് കണ്ട ഫോർക്കെടുത്ത് മുറുക്കെ പിടിച്ചു. റാണിക്കും അച്ചുവിന് നന്നേ ദേഷ്യം തോന്നിയെങ്കിലും ചിത്രാമ്മ അവിടെ ഇരിക്കുന്നതോർക്കെ മറ്റൊന്നും പറയാനാകാതെ മൗനം പാലിച്ചു. നൈറ്റ് ആദ്യ സലാഡും കോർണർ സൂപ്പ് മാത്രമേ കഴിക്കൂ.
അതുകൊണ്ട് തന്നെ അവനുള്ളത് പ്രത്യേകം അറേഞ്ച് ചെയ്ത് ഒരു തട്ടിലായി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. ചിത്രാമുള്ളത് കൊണ്ട് തന്നെ ആരും ലക്കിയും വഴക്കൊന്നും കൂടാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും ആദ്യ ഫുഡ് നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങിയപ്പോൾ ആകുലതയോടെ അതിലുപരി കരുതലോടെ ജാനു അവൻ്റെ നെറുകയിൽ പതിയെ തട്ടിക്കൊടുക്കുന്നതും വെള്ളം കുടിപ്പിക്കുന്നതുമെല്ലാം ചെറുചിരിയോടെ ചിത്ര നോക്കിക്കണ്ടു. ഒപ്പം മുത്തുവും. അവളുടെ കരുതലിൽ ആദിയുടെ മനം നിറഞ്ഞെങ്കിലും തനിക്ക് മുന്നിലുള്ളവരെ ഓർത്ത് യാതൊരു ഭാവവും കൂടാതെ ഫുഡ് കഴിച്ച് എഴുന്നേറ്റു. കിടക്കുന്നതിന് മുന്നേ ഫ്രഷാകാനായി കയറിയതാണ് ആദി. ഫ്രഷായി ഇറങ്ങിയവൻ ചാർജ് ചെയ്യാനായിട്ടിരുന്ന ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാൽ കുറച്ച് റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് ജാനിയുടെ ഓർമ്മകളായിരുന്നു. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ തനിക്കങ്ങോട്ട് പോയി അവളോട് അടുക്കാൻ പറ്റില്ല. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം പുറത്തേക്കൊഴുക്കാതെ കാത്തിരുന്നേ പറ്റൂ. അവൾക്കും തനിക്കും അതാണ് നല്ലത്. ഇനിയും ഓർത്തിരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി അവൻ അകത്തേക്ക് കയറി. റൂമിലേക്ക് കയറി ആദ്യം ബെഡിൽ കിടക്കുന്നവളെ കാണി കണ്ണു മിഴിച്ചു. ഡി ആദ്യമൊന്ന് പകച്ചെങ്കിലും ഉള്ളിൽ തെളിഞ്ഞ സന്തോഷവും ആകാംക്ഷയും അടക്കി അവൻ അലറി. നീ എന്താടി എൻ്റെ റൂമിൽ? കലിപ്പോടെ അവൻ ചോദിച്ചു. ഞാൻ പിന്നെ എങ്ങോട്ട് പോകണം? അതെന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ വേറെ ആരോട് ചോദിക്കാനാ ദേവേട്ട? ചുണ്ടു ചുളുക്കി അവൾ ചോദിച്ചു. എന്നാൽ അവളുടെ ദേവേട്ട എന്ന വിളിയിൽ അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി. വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം. അവൻ അവളെ വാരിപ്പുണരാൻ തോന്നി. എന്താ ദേവേട്ട ആലോചിക്കുന്നത്? ജാനുവിൻ്റെ ചോദ്യം കേൾക്കെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം അടക്കി അവൻ മുഖത്ത് ഗൗരവം നിറച്ചു. ഡീ പെണ്ണെ, എന്തൊക്കെയായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല. ഇതെൻ്റെ മുറിയാ. കലിപ്പോടെ അവൻ പറഞ്ഞപ്പോൾ ജാനുയുടെ മുഖം വീർത്തു. ഡോ രാവണ, താൻ കുറേ നേരമായാലും തുടങ്ങിയിട്ട്. ഞാൻ മര്യാദയുടെ ഭാഷയിലല്ലേ പറഞ്ഞത് ഇനി മുതൽ ഇത് എൻ്റെ റൂം കൂടെയാണെന്ന്. ഉണ്ടക്കണ്ണുരുട്ടി ജാനു പറഞ്ഞു നിർത്തിയപ്പോൾ കണ്ണും തള്ളി നിന്നുപോയി ആദി. ഇത്രയും നേരം ദേവേട്ടാന്ന് വിളിച്ചവളാണ്. പൊതുവെ രാവണൻ വിളി കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത ആദിക്ക് വിറഞ്ഞു കയറി. ആരാടി കോപ്പെ രാവണൻ? കലിപ്പോടെ ചോദിച്ചവന് നേരെ ചുണ്ടുകോട്ടി ജാനി. രാവണൻ കളിച്ച് നടക്കുന്ന നിങ്ങളെ പിന്നെ രാമനെന്ന് വിളിക്കാൻ പറ്റുമോ? പുരികമുയർത്തി ചോദിക്കുന്നവളെ കാണെ പല്ലു കടിച്ചു പിടിച്ചു ആദി. ഏതു നേരത്ത് തോന്നിയോ? നെറ്റിയിലടിച്ച് സ്വയം ചോദിക്കുമെന്നതിനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു ജാനു. ദേ എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. മാനം മര്യാദയ്ക്ക് കഴിഞ്ഞ ദിവസം ചിത്രാമ്മ ചോദിച്ചതല്ലേ. അപ്പോൾ തനിക്ക് 1 വർഷം വേണം പോലും. അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. തനിക്ക് 1 വർഷം എന്തിനാ? എന്നെ ഉപ്പിലിട്ട് വെക്കാനാണോ? കലിപ്പോടെ ജാനു ചോദിച്ചപ്പോൾ രൂക്ഷമായി അവളെ നോക്കി ആദി. എന്നാ പിന്നെ പോടി, എന്തിനാ നിൽക്കുന്നേ? നാളെ തന്നെ പൊക്കോ. എനിക്ക് മനസ്സില്ല. താൻ എന്നാ ചെയ്യും? ഡോ രാവണ, താൻ മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാവും. അല്ലെങ്കിൽ തനിക്കറിയില്ല എന്നെ. തനിക്കൂറയാണ് ഞാൻ. ഇട്ടിരുന്ന സാരിയുടെ തുമ്പ് അരയിൽ ഉയർത്തിക്കുത്തി കണ്ണുരുട്ടി ജാനു പറഞ്ഞു. അവളുടെ അത്തരം ഭാവം ആദ്യമായി കാണുന്നതിനാൽ മിഴിഞ്ഞ കണ്ണോടെ നിൽക്കാൻ മാത്രമേ ആദിക്ക് കഴിഞ്ഞുള്ളൂ. പാവം രാവണൻ.